ഇന്നതേ ചെറിയൊരു ഫിഷിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ കടമ്പ്രയാറാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമുണ്ട് ഇത്. പിന്നെ നല്ലൊരു അടിപൊളി ഫിഷിംഗ് സ്പോട്ടും കൂടെയാണ്. അവിടെ ചൂണ്ടക്കാരൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും സ്പൈഡർ ഹുക്കാണ് ആൾക്കാർ യൂസ് ചെയ്യണത്. ഇവിടെ നാടൻ വാള ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്പൂൺ ലൂറൊക്കെ ഉണ്ട് കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മണ്ണിര എടുത്തിട്ടുണ്ട്. ദേ ഇവർക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. കൂടുതലും തൂളിനാണ് കിട്ടിയിട്ടുള്ളത്. ഇവരൊക്കെ നേരത്തെ തുടങ്ങിയാണ് മീൻ പിടുത്തം. ചാവാണ്ടിരിക്കാനായിട്ട് എല്ലാത്തിനെയും കൂടെ കൊല്ലിയിലിട്ട് കെട്ടി വെച്ചേക്കണം. അവിടെയുള്ള ബ്രിഡ്ജിന്റെ താഴെ കേട്ടോ ഞാൻ ചൂണ്ടിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പ് ഈ സ്പോട്ടിലിട്ടപ്പോൾ ഇവിടുന്ന് കത്തിവാളനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ലൂറൊക്കെ സെറ്റ് ചെയ്യണ്ടാ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്പിന്നർ കേട്ടോ യൂസ് ചെയ്യണത്. ഇതിൽ നാടൻ വാള അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ളത് കേട്ടാ. നല്ല അടിപൊളി ആക്ഷനുള്ള ഒരു സ്പിന്നറാണ്. വെള്ളത്തിൽ കൂടെ ശരിക്കും ഒരു പരല് വെട്ടി വരുന്ന പോലെയാണ് ഇത് വരിക. അങ്ങനെ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നാടൻ വാളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരാൾ പോലും സ്പൂൺ ലൂറൊന്നും യൂസ് ചെയ്തതായിട്ട് കണ്ടില്ല കേട്ടാ. മിക്കവരും സ്പൈഡർ ഹുക്ക് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തിട്ടും സ്ട്രൈക്കൊന്നും കിട്ടാണ്ടായപ്പോൾ പയ്യെ പ്ലാനൊന്ന് മാറ്റി പിടിക്കുന്നുണ്ടാ. ഞാൻ കുറച്ച് മണ്ണീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ചൂണ്ടയിൽ അത് കൈച്ചൂണ്ടയായിട്ട് ഇട്ടിട്ട് പിന്നെ ഒരു ചൂണ്ട കാസ്റ്റ് ചെയ്തിടാന്ന് വിചാരിച്ച്. ഈ സെറ്റൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അധികം സമയമൊന്നും കളയേണ്ട വന്നില്ല. അങ്ങനെ ഈ ചൂണ്ട പാലത്തിന്റെ കാലിന്റെ അടുത്തേക്കായിട്ട് കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടാ. അവിടെ കുറച്ച് മീനുകളൊക്കെ മറിയുന്നുണ്ടായിരുന്നു. മുമ്പ് ഇവിടെ ചെമ്മീൻ ബൈറ്റായിട്ട് ഞാൻ ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ആ സമയത്താണ് ഈ കത്തിവാളനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദേ ഒരു ചെറിയ കൂരിയുണ്ട് കയറി വരുന്നത്. ആശാൻ ചൂണ്ടയിൽ പിടിച്ചെടുക്കായിരുന്നു. മണ്ണിര ചേഞ്ച് ചെയ്യാനായിട്ട് വലിച്ചപ്പോഴാണ് അത് ചൂണ്ടയിലുള്ള കാര്യം തന്നെ അറിഞ്ഞത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചില്ലാങ്കൂരിയാണ്. ഈ ചില്ലാങ്കൂരിയുടെ സൈസ് വെച്ച് നോക്കുമ്പോ ഇതിലും കുറച്ചും കൂടെ വലുതാവും. ബെയ്റ്റ് ആയിട്ട് കോഴിക്കോടൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഞ്ഞക്കൂരിനൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. ഒരു ചെറിയ കരിപ്പിടിനുണ്ടാ അത് കഴിഞ്ഞിട്ട് കിട്ടിയത്. ഏത് സ്പോട്ടിൽ ചൂണ്ടിടാൻ പോയാലും കരിപ്പിടിനെ കിട്ടാത്ത ഒരു ദിവസം പോലും ഇല്ല കേട്ടാ. എവിടെ പോയാലും ഇത് ചാടിപ്പിടിക്കും. ദേ ആയ ഒരു വരമ്പ് നിറച്ചും ചൂണ്ടക്കാരണ്ടാ. എല്ലാരും സ്പൈഡർ ഹുക്കും കാസ്റ്റ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അവര് ചൂണ്ട എറിഞ്ഞിട്ടിട്ട് അതിലൊരു മണി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മീനൊക്കെ സ്ട്രൈക്ക് ചെയ്യുമ്പോ ആ മണി കിടന്ന് കിലുങ്ങും. അപ്പോഴാണ് അവര് വന്ന് ചൂണ്ട എടുക്കണത്. അങ്ങനെ അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മീനെ തന്നെ ഇവള് പൊക്കിയിട്ടുണ്ട്. കൂരിക്കുഞ്ഞണ്ടാ. അതാകെ ചൂണ്ടക്കുളത്തിന്റെ അത്രേ ഉള്ളൂ. അതെങ്ങനെ തീറ്റെടുത്താവോ. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ എനിക്ക് അത്യാവശ്യം നല്ലൊരു വരാലടിച്ച് കയറിയിട്ടുണ്ട് കേട്ടാ. ഇത് ഭാഗ്യത്തിനുണ്ട കരക്ക് കയറിയത്. ചെറിയ രീതിക്ക് ഹുക്കായിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല രീതിക്കൊന്ന് പെടഞ്ഞിരുന്നെങ്കിൽ തിരിച്ചു വെള്ളത്തിലേക്ക് തന്നെ പോയേനെ. ഇവിടുന്ന് ഈ ബ്രാലിനെ കിട്ടുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഇഷ്ടം പോലെ പിള്ളേർ ഇവിടെ ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്നും ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. ദേ പാലത്തിന്റെ താഴെയും ഇഷ്ടം പോലെ ആൾക്കാർ ചൂണ്ടിടുന്നുണ്ട് കേട്ടാ. എല്ലാവരുടെയും സ്പൈഡർ ഹുക്ക് കണ്ടുള്ളത്. ഞാനിത് ഇതുവരെ ഉപയോഗിക്കാത്തോണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള ഒരു പുള്ളിനോടാണ് ചോദിച്ചത്. ആദ്യം ഈ സെൻറ്ററിലേക്ക് എടുത്ത് താഴോട്ട് മേലോട്ട് എടുത്ത് വയ്ക്കാം. ഈ ഇവിടെ സൈഡിലുള്ള ഇതില്ലേ സെൻറ്ററിലുള്ളത് വെച്ച് നീക്കിയിട്ട് അതിനകത്തേക്ക് ആദ്യം പ്രസ് ചെയ്ത് പിടിപ്പിക്കാം. വീടൊക്കെ ഹുക്ക് മുകളിലേക്ക് വെച്ചാൽ മതി അല്ലേ? താഴെ നിന്ന് മേളിൽ നിന്ന് വയ്ക്കാം. അങ്ങനെ ഞാൻ വയ്ക്കുന്നത്. പലരും പല ടൈപ്പിൽ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഡിസോർഡർ ആയിട്ട് ഇരുന്നവരുണ്ട്. കുറച്ചു നേരമായിട്ടുള്ളൂ കേട്ടോ പുള്ളി ചൂണ്ടിടാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു തൂളിനെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു മീനുണ്ടത്. ഇച്ചിരി മുള്ളു കൂടുതലുണ്ടെന്നുള്ളൂ. മഴ പെയ്യാനുള്ള ചാൻസുകളുണ്ട്. ഞങ്ങൾ ചൂണ്ടൊക്കെ കയറ്റി വെച്ചിട്ടാ. എന്നിട്ട് കുറച്ചു നേരം അവിടെ ആൾക്കാർ ചൂണ്ടിടണൊക്കെ നോക്കി നിന്ന്. ഇതേ പെട്ടെന്ന് തന്നെ വെയിലൊക്കെ പോയി ആകെ ഇരുട്ടായിട്ടുണ്ട്. മഴ എന്തായാലും പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ചൂണ്ടിടാൻ മാത്രമല്ല കേട്ടാ, ഫാമിലി ആയിട്ട് വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടാ. കയാക്കിങ് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ.